ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് UDF ആണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2004 കോൺഗ്രസ് ദേവസ്വം ബോർഡാണ് പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത്. അന്ന് ഇന്നത്തെ കോൺഗ്രസിന്റെ ഉന്നതനായ അഖിലേന്ത്യാ നേതാവായിരുന്നു ദേവസ്വം മന്ത്രി. LDFO നേതാക്കളോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിക്കുന്നില്ല. അതീവ സുരക്ഷയുള്ള സ്ഥലത്താണ് സോണിയാഗാന്ധിയുടെ വസതി. സ്വർണം കട്ടവരും വാങ്ങിയവരും സോണിയുടെ അടുത്തെത്തി. എന്താണ് പോറ്റി കോൺഗ്രസ് ബന്ധമെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. അന്താരാഷ്ട്ര ബന്ധം ആദ്യം പറഞ്ഞത് ചെന്നിത്തലയാണ്. എന്താണ് ആ ബന്ധമെന്ന് ആർക്കറിയാമെന്നും അദ്ദേഹം പരിഹസിച്ചു. കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി നയിക്കുന്ന LDF മധ്യമേഖലാ ജാഥ ഉദ്ഘാടന വേദിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. പോറ്റി അവിടെ കയറുന്നത് 2004 എല്ലാവർക്കും വ്യക്തമായല്ലോ. 2004 ദേവസ്വം മന്ത്രി ആരായിരുന്നു? ഇന്നത്തെ കോൺഗ്രസിൻ്റെ ഉന്നതനായ അഖിലേന്ത്യാ നേതാവ്. ആ കാലത്ത് കോൺഗ്രസ് നിയോഗിച്ച ദേവസ്വം ബോർഡ്, അതിൻ്റെ പ്രസിഡന്റ് പിന്നീട് കോൺഗ്രസ് വിട്ടിട്ടുണ്ടാവും. പക്ഷെ അന്ന് കോൺഗ്രസിൻ്റെ ആളാണല്ലോ. അന്നല്ലേ പോറ്റി ആദ്യമായിട്ട് അവിടെ കയറുന്നത്. ഇവിടെ പോറ്റിയെ LDF നേതാക്കളോ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലേതെങ്കിലും തരത്തിലുള്ള വസ്തുതയുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ ചില വീടുകളുണ്ട്, കേന്ദ്രങ്ങളുണ്ട്. അതിലൊന്നാണ് ജൻപത് 10. അവിടെയാണ് സോണിയാഗാന്ധിയുടെ താമസം. അവിടെയാണ് പോറ്റിയും ഇവിടുത്തുകാർ രണ്ടാളെയും നിങ്ങൾക്കറിയാലോ. രണ്ടുപേരും ഇപ്പോഴത്തെ പാർലമെന്റ് അംഗങ്ങളാണല്ലോ. രണ്ടുപേരും കൂടി അവിടെ എത്തുന്നത്. അവിടെ എത്തിയപ്പോഴോ ഈ മൂന്നാൾക്ക് പുറമെ വേറൊരാൾ കൂടെ. അതാര്? ബെല്ലാരിക്കാരൻ. ഇവിടെ അയ്യപ്പൻ്റെ സ്വർണം കട്ടയാളും അത് വാങ്ങിയ ആളും എല്ലാം കൂടി നേരെ സോണിയാഗാന്ധിയുടെ അടുത്തെത്തുകയാണ്. ഇതല്ലേ ചിത്രം? എങ്ങനെ എത്താനായി? എന്താണ് അത്ര വലിയ സ്വാധീനം പോറ്റിക്ക് അവിടെ? പോറ്റിക്ക് വിളിക്കാൻ മാത്രമുള്ള അവകാശം, സ്വാതന്ത്ര്യം അതെവിടുന്ന് കിട്ടി? എന്താണ് കോൺഗ്രസും പോറ്റിയും തമ്മിലുള്ള ബന്ധം? എന്താണ് കോൺഗ്രസും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധം? ഈ കേസിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്ന് പറഞ്ഞത് ആരായിരുന്നു ആദ്യം? രമേശ് ചെന്നിത്തലയല്ലേ? കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി നയിക്കുന്ന LDF മധ്യമേഖലാ ജാഥ ഉദ്ഘാടന വേദിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത്. നിയമസഭയിലടക്കം പ്രതിപക്ഷം ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കടുപ്പിക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു കാര്യം എന്തായാലും വ്യക്തമാക്കുന്നത്.